നമ്മൾ ആക്ച്വലി ഈ ബാലിയിൽ വന്നപ്പോൾ സെലുക് മാസ് 2 വില്ലേജുകളിൽ വന്നു. അപ്പോൾ ഇവിടുത്തെ വുഡ് കാർവിങ്സ് ചെയ്യുന്ന ഇവിടുത്തെ ടൂറിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വന്ന ഉടനെ നേരെ വുഡ് കാർവിങ് മേടിക്കാനല്ല അവർ പറയുന്നത്. അവർ ഇതേപോലെ കാർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് കാണിക്കും. ഇപ്പോൾ നേരത്തെ നമ്മൾ വീഡിയോ നോക്കുവാണെങ്കിൽ നമ്മൾ സിൽവറിൻ്റെ ഒക്കെ കണ്ടു. അതേപോലെ ഇവിടെ ഇരുന്ന് അവരെങ്ങനെയാണോ അത് ഉണ്ടാക്കുന്നത്, അതിൻ്റെ രീതികൾ, അവരുടെ എക്യുപ്മെൻറ്റ്സ്, അവരുടെ ട്രഡീഷണൽ രീതികൾ, അവർ പൂജയ്ക്ക് വെച്ചിരിക്കുന്ന ചെയ്തു വെച്ച വർക്കിങ്സ്. ആള് പണിയെടുക്കുന്നില്ല, ആള് ചില്ലാണ്. എനിക്കത് മൂത്താശ്ശേരി ആയിരിക്കും. സോ ആദ്യം അവർ ഇതൊക്കെ കാണിച്ച് നമ്മളൊരു എന്താ പറയുക, ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർ തരും. അതിനുശേഷമാണ് പിന്നെ അവരെന്ത് ചെയ്യുള്ളൂ. ആള് കണ്ടോ, ആള് പണിയെടുക്കുന്നില്ല. ഇനി പ്ലാൻ വരയ്ക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ 3 പേരെ ഇരുത്തി പണിയെടുപ്പിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒന്നുകൂടി സൂം ചെയ്ത് കാണിക്കാം. കൈൻഡ് ഓഫ് നമ്മുടെ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണോ, ഇതെന്താ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു ഐഡിയ കിട്ടണല്ലോ. എന്താ പുള്ളി ഉദ്ദേശിക്കുന്നത്, ഒരു പിടിയും കിട്ടണല്ലോ. ഇവിടെ ഒക്കെ എക്സാക്ട്ലി കൊത്തു പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളി സ്കിൽഡാണ്, ഭയങ്കര ഒരുപാട് സ്കിൽഡായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെയും അതേപോലെ ഒന്നുകൂടി സൂം ചെയ്ത് കാണിക്കാം. സോ ഇതാണ് നമ്മളിവിടുത്തെ വുഡ് കാർവിങ്സിൻ്റെ പ്രത്യേകത. പക്ഷെ ഒരു വലിയ സ്ട്രാറ്റജിയാണ്. അതായത് ബിസിനസ് എങ്ങനെ എടുക്കാം. പുള്ളി എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുക. എന്താണോ സംഭവം, ഒരു പിടിയില്ല. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, നമുക്കിത് മേടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നേരെ വരാം. എന്താ പറയുക, അവരുടെ ഡിസ്പ്ലേസ് ഉണ്ടാവും. സോ ഇതിൽ നിന്ന് ഒരുപാട് ബാർഗെയിൻ ചെയ്യാം. ഇപ്പം ഇന്തോനേഷ്യൻ മണി നോക്കണമെങ്കിൽ 20,000-30,000 രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് ചോദിക്കാമെന്ന് പറഞ്ഞത്. നാട്ടിലെ 1 രൂപ ഇവിടുത്തെ 200 രൂപയാണ്. അപ്പോൾ ലക്ഷങ്ങളുടെ കണക്ക് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ.